Hello everyone, welcome to Master Key Academy classes. So APPയുടെ എക്സാമിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്റർനാഷണൽ ലോയുടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. Okay, let's start the class. So first question, law of nations or international law is a name for the body of customary and treaty rules which are considered legally binding by civilized states in their intercourse with each other. It important definition ആണ്. So it's a body of customary and treaty rules which are considered legally binding by civilized states. അവർ legally bind by civilized states എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഓൾറെഡി കൺസെന്റ് അവിടെ ഉണ്ട്. In their intercourse with each other. So ഈ ഡെഫിനേഷൻ കൊണ്ടുവന്നത് ബെർലി ആണോ, സ്റ്റാർക്ക്, ഓപ്പൻഹീം ആൻഡ് ഹ്യൂഗ്സ്. സോർക്ക ഇത് കൊണ്ടുവന്നത് ഓപ്പൻഹീം ആണ്. ഓപ്പൻഹീമിന്റെ ഡെഫിനേഷൻ ആണിത്. ഇതിനകത്ത് എല്ലാം ഉണ്ട് ആക്ച്വലി. എന്താണ്? ബോഡി ഓഫ് കസ്റ്റമറി ആൻഡ് ട്രീറ്റി റൂൾസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ കൺസിഡേഴ്സ് ലീഗലി ബൈൻഡിങ് ബൈ സിവിലൈസ് സ്റ്റേറ്റ്സ്. അവർ തന്നെ സ്വന്തമായിട്ട് അത് കൺസെന്റ് ചെയ്ത് ലീഗലി ബൈൻഡിങ് ആണ്. ഇൻ ദിയർ ഇന്റർകോഴ്സ് വിത്ത് ഈച്ച് അതർ, മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് ഇന്റർകോഴ്സിൽ ഇരുമ്പോൾ. ഓക്കെ, then Oppenheimer definition ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then subject of international law are, ഓക്കെ, ഇന്റർനാഷണൽ ലോയുടെ സബ്ജക്ട്സ് ആരൊക്കെയാണ്? ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ ഇന്റർനാഷണൽ ലോയുടെ സബ്ജക്ട്. then only international organizations, then state national organization and individuals, then United Nations. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വൽസ് എല്ലാം എന്താണ്? ഈ പറയുന്ന ഇന്റർനാഷണൽ ലോയുടെ സബ്ജക്ട്സ് ആണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റാർക്കിന്റെ ഒരു ഡെഫിനേഷൻ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റാർക്കിന്റെ ഡെഫിനേഷൻ ഞാൻ ആ ഡെഫിനേഷൻസ് കൊടുത്തിട്ടില്ല, കാരണം കുറച്ചുകൂടി വൈഡ് ആണ് ഡെഫിനേഷൻ. ഓക്കെ, അത്രയും കൂടെ താങ്ങൂല. സോ ഇതിൽ ഇന്റർനാഷണൽ സ്റ്റേറ്റ്സിനും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ഇതിനെ പറ്റി എല്ലാം സ്റ്റാർക്ക് പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും എല്ലാം സ്റ്റാർക്കിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ സ്റ്റാർക്കിനെ ഓർത്താൽ മതി. ലൈക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്സും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള റിലേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ ഇൻഡിവിജ്വൽസും നോൺ സ്റ്റേറ്റ് എൻറ്റിറ്റീസും തമ്മിലുള്ള, ഇതെല്ലാം എന്താണ് സ്റ്റാർക്കിന്റെ ഡെഫിനേഷനിലുള്ളതാണ്. അങ്ങനെ ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ സ്റ്റാർക്കിനെ ഓർത്താൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്? The word international law were first used by eminent British jurist Jeremy Bentham. കറക്റ്റ് അല്ലേ? അത് ജെർമി ബെന്താം ആണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ജെർമി ബെന്താം ആണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നത്. ജെർമി ബെന്താം തന്നെയാണ്. Then J. Stark has remarked that international law is a living and expanding code. ശരിയാണ്. ആക്ച്വലി സ്റ്റാർക്ക് ഇന്റർനാഷണൽ ട്രൂ ലോ ആണെന്ന് പറയുന്നുണ്ട്, അതേസമയം വീക്ക് ലോ ആണെന്നും പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ അതോറിറ്റീസ് തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് വീക്ക് ലോ ആണെന്നും പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ലിവിങ് ആൻഡ് എക്സ്പാൻഡിങ് കോഡെന്നും ഈ പറയുന്ന സ്റ്റാർക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം സ്റ്റാക്കിന്റെ ഡെഫിനേഷൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്, ട്രൂ ലോ ആണോ വീക്ക് ലോ ആണോ അതൊക്കെ പറഞ്ഞ സ്റ്റാക്കാണ്. ഓക്കെ, ദെൻ ഇത് കറക്റ്റ് ആണ്. റിമാർക്ക് ദ ഇന്റർനാഷണൽ ലോ ഇസ് എ ലിവിങ് ആൻഡ് എക്സ്പാൻഡിങ് കോഡ്. ദെൻ ഓപ്പൻഹീം ഹാസ് റിമാർക്ക് ദ ഇന്റർനാഷണൽ ലോ ഇസ് എ വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. ഓപ്പൻഹീം ആണോ പറഞ്ഞത് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണെന്ന്? അല്ല, അത് പറഞ്ഞത് ഹോളണ്ട് ആണ്. ഓക്കെ, ഹോളണ്ടിന്റെ ഫേമസ് ഡെഫിനേഷൻ ആണത്. International law is a vanishing point of jurisprudence. Okay, then Holland has viewed that international law is mere a positive morality. ഇതിൽ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇതിൽ ഓൾറെഡി സി ഇൻകറക്റ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഓപ്ഷൻസിൽ എയും ഡിയും ഒന്നുമില്ല, കാരണം എ ഒക്കെ തെറ്റാണ്. എ ഒക്കെ ശരിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻകറക്റ്റ് അല്ലേ നോക്കണ്ടേ. അതിൽ സി എന്ന് ഓൾറെഡി ഓപ്ഷനിൽ സി മാത്രമാണ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് സിയും ഡിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതും ശരിയായിട്ട് തന്നെ എഴുതുക. കാരണം എന്താ പറയുക, പോസിറ്റീവ് മൊറാലിറ്റി നമ്മുടെ ഒരു ഇതിൽ ഓസ്റ്റിൻ തന്നെയാണ് പറഞ്ഞത്. എന്താണ് പോസിറ്റീവ് മൊറാലിറ്റി എന്നത്? ഇന്റർനാഷണൽ ഒരു പോസിറ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഓസ്റ്റിൻ ആണ്. പക്ഷേ ഈ പറയുന്ന ഹോളണ്ട് എന്ന് പറയുന്ന നമ്മുടെ പോസിറ്റീവ് സ്കൂളിൽ ഒരാളായതുകൊണ്ടും എന്ത് ചെയ്യാം, ഓസ്റ്റിനെ ഇതിലൊരു പിന്തുണയ്ക്കുന്നതുകൊണ്ടും എന്താണ് ഹോളണ്ടും എന്താണ് ഇതൊരു പോസിറ്റീവ് മൊറാലിറ്റി എന്ന് ഹോളണ്ടിന് വേണമെങ്കിൽ പറയാം. സോ അതവിടെ നിൽക്കട്ടെ. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതാണ് ഇതിൽ തെറ്റ്. സോറി, വെയിറ്റ്, ഓപ്പൻഹീം വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. അപ്പം ഡി ആണ്. ഓക്കെ, സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ പറയുന്നുണ്ട്. സിയും ഡിയും കൊടുത്തിട്ടില്ല, അതുകൊണ്ടല്ല നമുക്ക് അത് പറയായിരുന്നു. അപ്പൊ എന്താണ്, നമുക്ക് ഇത് ഇങ്ങനെ എടുക്കാം. പോസിറ്റീവ് മൊറാലിറ്റി ഒരു പോസിറ്റീവ് സ്കൂളിലും കൂടെ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഹോളണ്ടിനും അതാണെങ്കിൽ പോസിറ്റീവ് മൊറാലിറ്റി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അങ്ങനെ എടുക്കാം. അപ്പം ഓപ്ഷൻ സി മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഓപ്പൻഹീമിന്റെ ഈ ഡെഫിനേഷൻ, അതായത് വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നത് ഓസ്റ്റിന്റെ ഡെഫിനേഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. ഓക്കെ,
The next question, just cogents means and includes. Just cogents എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇന്റർനാഷണൽ ലോ പഠിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് preemptory norms of international law which cannot be normally derogated by any state. അതായത് ഇതൊരു കമ്പൽസറി ആണ്, നമുക്കത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്താണത് വയലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. സോ preemptory norms of international law which cannot be normally derogated by any state. അതാണ് just cogents എന്ന് പറയുന്നത്. ഒരു ലാറ്റിൻ ടേം ആണ്. കമ്പലിംഗ് ലോ, ഇതൊരു കമ്പലാണ്. ഓക്കെ. So according to Article 53 of Vienna Convention on the Law of Treaties, it is defined as a preemptory norm of general international law, accepted and recognized by international community of state as a whole. So, these are fundamental principles. അത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ അവരെന്താണ് ഡെറോഗേഷൻ എന്ന് പറയുന്നത് പെർമിറ്റബിൾ അല്ല. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യാനോ അണ്ടർ എനി സർക്കംസ്റ്റാൻസ് അത് വയലേറ്റ് ചെയ്യാനോ ഓപ്റ്റ് ഔട്ട് ചെയ്യാനോ നമുക്ക് അതിൽ നിന്ന് പിന്മാറാനോ പറ്റത്തില്ല. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് നമ്മൾ ജെനോസൈഡ്, സ്ലേവറി, ടോർച്ചർ, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത സാധനങ്ങളാണ്. ഇതൊക്കെ എന്താണ് എല്ലാ സ്റ്റേറ്റ്സിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. അതിനെയാണ് നമ്മൾ ജസ്റ്റ് കൊജൻസ് എന്ന് പറയുന്നത്. പ്രിയംപ്റ്ററി നോംസ് ഓഫ് ഇന്റർനാഷണൽ ലോ വിച്ച് കനോട്ട് ബി നോർമലി ഡെറോഗേറ്റഡ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് കൊജൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ജൂറെ ബെല്ലിയാക് പേസസ്. അത് ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ആരുടെ ബുക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോയുടെ ബുക്കാണ്. ഇനി ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹുഗോ ഗ്രോഷീസ് ആണ്. ഓക്കെ, ഹുഗോ ഗ്രോഷീസ് ആണ് ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോ. പുള്ളിയുടെ ബുക്കാണ് ഡി ജൂറെ ബെല്ലിയാക് പേസസ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന വേർഡ് ആദ്യം കൊണ്ടുവന്നത് ബെന്താമും ഇന്റർനാഷണൽ ലോയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹുഗോ ഗ്രോഷീസും ആണ്. ഓക്കെ, അത് തമ്മിൽ കൺഫ്യൂഷൻ ആക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജൂറിസ് ഡിനൈ ലീഗൽ ക്യാരക്ടർ ഓഫ് ഇന്റർനാഷണൽ ലോ? ഇതിൽ ഇന്റർനാഷണൽ ലോയ്ക്ക് ഒരു ലീഗൽ ക്യാരക്ടർ ഇല്ല എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്പൺ ഹീമൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് ലീഗൽ ക്യാരക്ടർ ഉണ്ട്, സ്റ്റാർക്കും പറഞ്ഞിട്ടുണ്ട് ലീഗൽ ക്യാരക്ടർ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോറി. ദെൻ ഹോബ്സും പഫൻഡോഫും ആണുള്ളത്. ഹോബ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പുള്ളി ഒരു പോസിറ്റീവ് സ്കൂളിലുള്ള ആളാണെങ്കിലും പുള്ളി നാച്ചുറൽ ലോ ആയിട്ട് ഒരു ലിങ്ക് ഉള്ള ആളുകൂടിയാണ്. നമ്മൾ ഓൾറെഡി നാച്ചുറൽ ജൂറിസ്പ്രുഡൻസിൽ പഠിച്ചപ്പോൾ പുള്ളിയുടെ ഡെഫിനേഷൻ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അബ്സല്യൂട്ടിസം. ഓക്കെ, അതായത് സോവറിറ്റി നമ്മളെല്ലാ പവറും എന്ത് ചെയ്യുന്നത് സറണ്ടർ ചെയ്യുന്ന അബ്സല്യൂട്ടിസിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് ഹോബ്സിന്റെ കാര്യത്തിൽ. സോ പുള്ളിയുടെ ഇതിൽ ഒരു ലീഗൽ സാങ്ഷനും ഒരു അതോറിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താത് ലീഗൽ ക്യാരക്ടർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്റർനാഷണൽ ലോയ്ക്ക് ലീഗൽ ക്യാരക്ടർ ഇല്ല എന്ന് ഹോബ്സ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് പുഫൻഡോഫ് ആണ്. പുള്ളി ഒരു പ്യോർ നാച്ചുറലിസ്റ്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടിയും പുള്ളി ഇന്റർനാഷണൽ ലോ സ്റ്റേറ്റ്സിൽ അപ്ലൈ ചെയ്യുന്ന നേഷൻസിന് അപ്ലൈ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അത് ലീഗൽ സാങ്ഷൻസ് വേണമെന്നാണ് പുള്ളിയും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുമാണ് ഇന്റർനാഷണൽ ലോയുടെ ലീഗൽ ക്യാരക്ടർ ഡിനൈ ചെയ്യുന്നത്, എ ആൻഡ് ബി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓസ്റ്റിൻ ഇവരെ പോസിറ്റീവ് സ്കൂളിൽ ഉള്ള ആയതുകൊണ്ട് തന്നെ അവരെന്താ ട്രൂ ലോ പ്രോപ്പർലി സോ കോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് മൊറാലിറ്റി എന്നാണ് അതിന് പറയുന്നത്. സോ കമാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സാങ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇന്റർനാഷണൽ ലോയ്ക്ക് ലീഗൽ ക്യാരക്ടർ ഇല്ല. സോ ഹിയർ സിൻസ് ഈ പറഞ്ഞ പഫൻഡോഫ് എന്ന് പറയുന്നത് ഒരു പ്യോർ നാച്ചുറലിസ്റ്റ് ആണെങ്കിൽ കൂടിയും എന്താണ് നേഷൻസിന് അപ്ലൈ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ സുപ്പീരിയർ പൊളിറ്റിക്കൽ അതോറിറ്റീസ് റിക്വയർഡ് ടു ഗിവ് ഇറ്റ് പോസിറ്റീവ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ അതിന് ലീഗൽ ക്യാരക്ടറിൽ നിന്നാണ് പഫൻഡോഫ് എന്ന് പറയുന്നത്. Then which of the following statement is correct? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഹോബ്സ്, ഓസ്റ്റിൻ, പഫൻഡോഫ് subscribe to the view that law properly so called in command of the sovereign are enforced by superior political authority and hence deny legal character of international law. കറക്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ? ഓക്കെ. Then Oppenheim has remarked that international law is a vanishing point of jurisprudence. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അല്ല, റിപ്പീറ്റഡ് അല്ല, വേറെ ഉണ്ട്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയതാ. ഓക്കെ, ഓപ്പൺഹീം അല്ല അത് പറഞ്ഞിട്ടുള്ളത്, അത് ഹോളണ്ടിന്റെ ഡെഫിനേഷൻ ആണ് വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. ഈ ഡെഫിനേഷൻ ഞാൻ വീണ്ടും എഴുതുന്നത് ഓർക്കണം, ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ് ഹോളണ്ടിന്റെ. ഓക്കെ, വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. ദെൻ ഹോളണ്ട് സബ്സ്ക്രൈബ്സ് ടു ദ വ്യൂ ദാറ്റ് ഇന്റർനാഷണൽ ലോ ഇസ് എ റിയലി ലോ. ഹോളണ്ട് ഓൾറെഡി പറഞ്ഞത് വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹോളണ്ട് അല്ല റിയലി ലോ എന്ന് പറഞ്ഞത്. സ്റ്റാർക്ക് ഹാസ് എക്സ്പ്രസ് വ്യൂ ദാറ്റ് ഇന്റർനാഷണൽ ലോ ഇസ് എ വീക്ക് ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്റർനാഷണൽ ലോ ഒരു വീക്ക് ലോ ആണ്, ട്രൂ ലോ ആണ്, എക്സ്പാൻഡിങ് കോഡാണ്, ഇതൊക്കെ ലിവിങ് ആൻഡ് എക്സ്പാൻഡിങ് കോഡാണെന്നൊക്കെ പറഞ്ഞത് സ്റ്റാർക്ക് ആണ്. അപ്പം അത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് എയും ഡിയും ആണ് കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ, then which provision of the statute of international എനിക്ക് നല്ല ഫീവർ ഉണ്ട്, ചെറുതായിട്ട് തൊണ്ടയിലാവുന്നുണ്ട്, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, which provision of the statute of international court of justice
ഔട്ട്ലൈൻസ് ദ അതോറിറ്റേറ്റീവ് സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോയുടെ സോഴ്സസിനെ പറ്റി പറയുന്ന നമ്മുടെ യുണൈറ്റഡ് നേഷൻസ്, അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഔട്ട്ലൈൻസ്, അതായത് നോക്കുക ഇതിനകത്ത് ഏത് ആർട്ടിക്കിളിലാണ് ഈ പറയുന്ന സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലോ പറയുന്നത്, എവിടെയാണ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ. ഓക്കെ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 38 ഈ പറയുന്ന സോഴ്സസിനെ പറ്റി, ഇന്റർനാഷണൽ ലോയുടെ സോഴ്സസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 38 ആണ്. കൃത്യമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ 38 ക്ലോസ് 1 എന്തൊക്കെയാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് ട്രീറ്റീസ്. ഇന്റർനാഷണൽ, അപ്പോൾ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് ട്രീറ്റീസ് ആണ്. ഇത് കൊടുത്തിട്ടുള്ള ICJയുടെ സ്റ്റാറ്റ്യൂട്ടിലാണ്, ഓർക്കണം കേട്ടോ. 38 ക്ലോസ് 1 ദ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ട്രീറ്റീസ് റിട്ടൺ അഗ്രിമെന്റ്സ് ആണ്. മൾട്ടിനാഷണൽ ട്രീറ്റീസ് ആണ് ഈ പറയുന്ന ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ലൈക്ക് UN ചാർട്ടർ, ജനീവ കൺവെൻഷൻസ് ഓഫ് ബൈലാറ്ററൽ ബിറ്റ്വീൻ 2 states വരാം. ദെൻ കവേർഡ് ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് പാക്ടാ സുൻ സെർവൻഡ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രീറ്റീസ് എല്ലാം പാക്ടാ സുൻ സെർവൻഡ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ് ഡീൽ ചെയ്യുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എഗ്രിമെന്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അവർക്കൊരു ഫീൽ ഉണ്ട്, ലൈക്ക് എന്താ പറയുന്നത്, ഇപ്പൊ എഗ്രിമെന്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പാലിച്ചിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ പാക്ടാ സുൻ സെർവൻഡ എന്ന് പറഞ്ഞാൽ, അത് എഗ്രിമെന്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്താണത്, നമ്മളത് ഒബ്ലൈജ് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. ഓക്കെ, ഇന്റർനാഷണൽ കസ്റ്റമറി ലോ, അതായത് കസ്റ്റംസ്. രണ്ടാമത്തെ ഇത് unwritten rules that develop over time from consistent state conduct. തുടരെ ചെയ്ത് ഒരു കസ്റ്റമായിട്ട് മാറുക. ഓക്കെ, require 2 elements to become binding law, that is constant, widespread and uniform actions by the state. Then opinio juris ആണ് ഇതിന്റെ. opinio juris ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ലൈക്ക് ദി സൈക്കോളജി ബിലീഫ് ബൈ സ്റ്റേറ്റ്സ്, അതായത് അവർ എന്ത് ചെയ്തിരിക്കുന്നു, വിശ്വസിക്കുന്നു, അതായത് ഒരു they are legally obligated to follow the practice rather than doing it for mere courtesy. അതായത് mere courtesy ആയിട്ടല്ല, അവർ എന്ത് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഒരു ഇങ്ങനെ ഒരു കസ്റ്റമറി ലോ എന്തായാലും പാലിക്കണം എന്ന് ഓരോ സ്റ്റേറ്റിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആണ് ഈ ഒപ്പീനിയോ ജൂറിസ്. അതായത് സ്വയമേ അവർ അങ്ങനെ കൺസെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ അതിൽ ഒപ്പീനിയൻ ചെയ്യാം, ലൈക്ക് ബിലീവ് ചെയ്യാൻ അതിൽ ഒബ്ലിഗേറ്റഡ് ആണ്, അത് ചെയ്യാൻ വേണ്ടി അത് ഒബ്ലിഗേറ്റഡ് ആണ് എന്ന്. ഓക്കെ, പനി ഒന്ന് കിളി വരികയെന്ന് തോന്നുന്നു, സോറി. ഓക്കെ, ദെൻ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ലോ. അപ്പം പാക്ടാ സുൻ സെർവൻഡയും ഒപ്പീനിയോ ജൂറിസും തമ്മിൽ തിരിഞ്ഞു പോരുത്. പാക്ടാ സുൻ സെർവൻഡ എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റിൽ എന്ത് ചെയ്യും, നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ഒരു ഗുഡ് ഫെയ്ത്തിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കെപ്റ്റ് ചെയ്തിരിക്കണം, അത് ചെയ്തിരിക്കണം, അവരുടെ ബിലീഫാണ്, അത് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അതാണ് പാക്ടാ സുൻ സെർവൻഡ എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ ഒപ്പീനിയോ ജൂറിസ് എന്ന് പറഞ്ഞത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബിലീഫാണ്, എന്താണ് നമ്മൾ ഒബ്ലിഗേറ്റഡ് ആണെന്നുള്ള അവരുടെ തന്നെ ഒരു ബിലീഫാണ്. ഒപ്പീനിയോ ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒപ്പീനിയോ ജൂറിസ്റ്റ് അല്ല, ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാക്ടാ സുൻ സെർവൻഡയ്ക്ക് ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ എക്സെപ്ഷൻസ് അടുത്ത ഇതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചില അൺറിമൈൻഡ്, അതായത് നമ്മൾ ട്രീറ്റിൽ എൻട്രി ചെയ്താലും ചില കാര്യങ്ങളിൽ അൺറിമൈൻഡ്, അതായത് ചേഞ്ച് ആക്കാനേ പാടില്ല. ചില ടെറിട്ടോറിയൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, ചില ഇമ്പോർട്ടൻ്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഒരിക്കലും ചേഞ്ച് ആവരുത്. അങ്ങനെ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ട്രീറ്റിൽ നിന്ന് സ്റ്റേറ്റ്സിന് മാറാൻ പറ്റും. ഓക്കെ, അതൊരു എക്സെപ്ഷൻ ആണ്. റിബക്സ് സ്റ്റാൻഡബസ് നമുക്ക് അടുത്ത ഇതിൽ ഉണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം, ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, underlying legal concept recognized across the world major domestic legal system, for example civil law, common law. General principle of law എന്താണെന്നാ പറയുന്നത്, used to fill gaps when no treaty or custom applies. എന്താണ് treaty or custom apply ചെയ്യാത്ത സമയത്ത് എന്താണ് നമ്മൾ ഈ പറയുന്നത്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് ഫെയ്ത്ത്, റെസ് ജുഡിക്കേറ്റ, എസ്റ്റോപ്പൽ, സബ്രുഗേഷൻ, ഇതൊക്കെ ഈ പറയുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോയിൽ വരും. ഇതിൽ ഇമ്പോർട്ടൻ്റ് കുറെ കേസസ് ആണ്. ഈ പറയുന്ന എസ്റ്റോപ്പലിൽ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ പ്രീ വിഹാറിന്റെ കേസ് വരും. ടെമ്പിൾ പ്രീ വിഹാർ. സബ്രോഗേഷൻ ഇമ്പോർട്ടൻറ്റ് കേസാണ് മാവ്രോ മാറ്റിസ് പാലസ്തീൻ കേസ്. മാവ്രോ മാറ്റിസ് പാലസ്തീൻ കേസ്, മാവ്രോ മാറ്റിസ് പാലസ്തീൻ കേസ്, ടെമ്പിൾ പ്രീ വിഹാർ കേസാണ് എസ്റ്റോപ്പലിന്റെ. ദെൻ റെസ് ജുഡിക്കേറ്റ, എനിക്കൊന്ന് യുണൈറ്റഡ് നേഷൻ ആർബിട്രൽ ട്രിബ്യൂണലിന്റെ കേസാണ് റെസ് ജുഡിക്കേറ്റയിൽ വരുന്നത്. യുണൈറ്റഡ് നേഷൻസ് ആർബിട്രൽ ട്രിബ്യൂണൽ കേസ് റെസ് ജുഡിക്കേറ്റ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജനറൽ പ്രിൻസിപ്പിൾസ്. ഇതിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് ചോദിക്കാം, ജനറൽ പ്രിൻസിപ്പിൾ ആണോ ചോദിക്കും. മറ്റൊന്ന് ഇത് കേസ് വഴി ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഞാൻ നെറ്റിന്റെ എക്സാമിനൊക്കെ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. ഓക്കെ, ദെൻ ജുഡീഷ്യൽ ഡിസിഷൻസിലേക്ക് വരുമ്പം ഡിസിഷൻ ഫ്രം ഇന്റർനാഷണൽ ട്രിബ്യൂണൽസ് ലൈക്ക് ICJ, ICC, ഇതിലൊക്കെ വരുന്നതാണ് ഡൊമസ്റ്റിക് സുപ്രീം കോർട്ട്സ്. ഓക്കെ, ഇന്റർനാഷണൽ ലോ ഡസ് നോട്ട് ഫോളോ ഡോക്ട്രിൻ ഓഫ് ബൈൻഡിങ് പ്രീസിഡൻസ്. അത് സ്റ്റെയർ ഡിസൈസ് ഇന്റർനാഷണൽ ലോയിൽ ഇല്ല, അത് ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഡസ് നോട്ട് ഫോളോ ബൈൻഡിങ് പ്രീസിഡൻസ്,
അതായത് നേരത്തെ ഉള്ളത് അടുത്ത കേസിൽ ഫോളോ ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല. ഇപ്പോൾ ഒരു കൊടുക്കുന്ന ഡിസിഷൻ ആ സിറ്റുവേഷനിൽ മാത്രം അല്ലെങ്കിൽ ആ ട്രീറ്റിക്ക് മാത്രമായിരിക്കും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. സോ ആർട്ടിക്കിൾ 59 ICJ സ്റ്റാറ്റ്യൂട്ടിൽ അത് പറയുന്നുണ്ട്, ദ റൂളിംഗ് ഓൺലി ബൈൻഡ്സ് ദ പാർട്ടീസ് ഇൻ ദാറ്റ് സ്പെസിഫിക് കേസ്. ആ സ്പെസിഫിക് കേസിൽ മാത്രമായിരിക്കും അത് അപ്ലൈ ചെയ്യത്തുള്ളൂ. ബട്ട് സെർവ്സ് ആസ് എ ഹൈലി പെർസ്വേസീവ് എവിഡൻസ് ഓഫ് വാട്ട് ദ ലോ ഈസ്. അതുപോലെ തന്നെ ഈ പറയുന്ന അത് നമ്മൾ ICJ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു ഡിസിഷൻസും നമുക്ക് എന്താണ് പാർട്ടീസ് ഒപ്പീനിയൻ, അതിൽ അവരുടെ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ അതും അപ്ലൈ ചെയ്യുള്ളൂ. എല്ലാവരും പെർസ്യൂസീവ് വാല്യൂ മാത്രമാണ്. ഓക്കെ, ടീച്ചിങ് ഓഫ് ഹൈലി ക്വാളിഫൈഡ് പബ്ലിക്, അതായത് ജൂറിസ്റ്റൻസിന്റെ റൈറ്റിംഗ്സ് ഓർക്കുക, ബുക്സ് റിട്ടൺ ബൈ ടോപ്പ് ലീഗൽ സ്കോളേഴ്സ് ബോഡീസ് ആൻഡ് ഇന്റർനാഷണൽ ലോ കമ്മീഷൻ, ഇതൊക്കെ ഉള്ളൂ. അപ്പം സോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കൺവെൻഷൻ ട്രീറ്റീസ്, അതിൽ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ പാക്ട് സുൻ സെർവൻറ്റാ. ദെൻ കസ്റ്റമറി ലോയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഒപ്പീനിയൻ ജൂറിസ്റ്റ് പഠിക്കുക. ഒപ്പീനിയൻ ജൂറിസ്റ്റിൽ നമ്മൾ കേസസ് നിങ്ങൾ ഓർത്തിരിക്കുക, മറ്റേ അസൈലം കേസ്, നോർത്ത് സീ കോണ്ടിനെന്റ് ഷെൽഫ് കേസ്, ഇന്നസെന്റ് പാസേജ് കേസ്, ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അസൈലം കേസ്, അസൈലം നോർത്ത് സീ കോണ്ടിനെന്റൽ ഷെൽഫ് കേസ്, ഇതൊക്കെ ഓരോ കേസസ് ഉണ്ട്. ഞാൻ ഇന്റർനാഷണൽ ലോയുടെ കേസസ് മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്ത് തരാം. ഇമ്പോർട്ടൻറ്റ് കേസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ വേണേൽ കട്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് കേസായിട്ട് തന്നെ അയച്ചു തരാം. കുറച്ച് ടൈം വേണം. ഓക്കെ, ഞാൻ അത് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കേസസ് എന്തായാലും നോക്കിയാൽ ചിലപ്പോൾ കേസസും ചോദിക്കാം. നമുക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ പറ്റത്തോണ്ട് വേണമെങ്കിൽ അവർക്ക് കേസസും ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയത് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ലോ ആണ്. ഈ പറഞ്ഞ ട്രീറ്റീസും കസ്റ്റംസ് ഒന്നും ഇല്ലാത്ത നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്, റെസ് ജുഡിക്കേറ്റ, ദെൻ എസ്റ്റോപ്പിൾ, സബ്രോഗേഷൻ, ഇതൊക്കെ ഈ പറഞ്ഞ ജനറൽ പ്രിൻസിപ്പിൾസിൽ വരും. ഓക്കെ, ദെൻ ജുഡീഷ്യൽ ഡിസിഷൻസ്, ദെൻ ടീച്ചിങ് ഓഫ് ഹൈലി ക്വാളിഫൈഡ് ജൂറിസ്റ്റ് അല്ലെങ്കിൽ ജൂറിസ്റ്റിക് റൈറ്റിംഗ്സ്. ഓക്കെ, ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലോ. 38 Clause 1. ഈ പറഞ്ഞ 38 Clause 1 പറയാത്ത വേറൊരു കാര്യം, ഡിസിഷൻസ് യുണൈറ്റഡ് നേഷൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിസിഷൻസും കൂടിയിട്ട് ഡിസിഷൻസും കൂടി ഒരു സോഴ്സസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചാർട്ടിലെങ്ങും ഇല്ല. അത് ജസ്റ്റ് അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്, ആ സോഴ്സും കൂടെ ഉണ്ട്. പക്ഷെ ഇതെങ്ങും പറയുന്നില്ല സ്റ്റാറ്റ്യൂട്ടിലെങ്ങും. ഓക്കെ, ട്രിപ്പിൾ ആൻഡ് ആൻസ്ലോട്ടി ആർ ദ എക്സ്പോണൻസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് തിയറി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ലോ ആൻഡ് മുനിസിപ്പൽ ലോ. ഇന്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും തമ്മിലുള്ള റിലേഷൻ ഡീൽ ചെയ്യുന്ന ഏത് തിയറിയിൽ വരുന്നതാണ് ഇവർ രണ്ടുപേരും? എക്സ്പോണൻസ് ആണ് ഇവർ, ട്രിപ്പിളും ആൻസ്ലോട്ടി. അപ്പോൾ ഇന്റർനാഷണൽ ലോയുടെ മുനിസിപ്പൽ ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ 2 തിയറിയാണുള്ളത്. ഒന്ന് മോണിസ്റ്റിക് തിയറിയും അതുപോലെ ഡുവലിസം. മോണിസ്റ്റിക് തിയറിയിൽ എന്താ, ഇന്റർനാഷണൽ ലോ അല്ലെങ്കിൽ മുനിസിപ്പൽ ലോ എന്ന് പറഞ്ഞാൽ ഒരേ ലീഗൽ സിസ്റ്റത്തിലുള്ളതാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഡുവലിസത്തിലല്ല, ഇങ്ങനല്ല. ഇന്റർനാഷണൽ ലോയും മുനിസിപ്പൽ ലോയും എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സെപ്പറേറ്റ് ഓട്ടോണോമസ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻ ലീഗൽ സിസ്റ്റം ആണെന്നാണ് ഡുവലിസ്റ്റ് വിശ്വസിക്കുന്നത്. അപ്പൊ ട്രിപ്പിൾ ആൻസ്ലോട്ടി എന്ന് പറയുന്നത് എന്താണ്, ഡുവലിസത്തിന്റെ എക്സ്പോണൻസ് ആണ്. അത് മാത്രമല്ല, ഹെൽറിച്ച്, ട്രിപ്പിൾ ആൻസ്ലോട്ടി, ഇത് ഓർത്തിരിക്കുക. ചിലപ്പം ഇതുപോലെ ട്രിപ്പിൾ ആൻസ്ലോട്ടി ഇതിൽ ഏത് തിയറിയിൽ വരുന്നതാണ് എക്സ്പോണൻസ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡ്യുവലിസത്തിന്റെ ആണ് ട്രിപ്പിൾ ആൻസ്ലോട്ടിയും. മോണിസ്റ്റിക്കിലേക്ക് വരുമ്പോൾ അത് കെൽസൺ, റൈറ്റ്, വെസ്റ്റ് ലേക്ക്, ഇവരൊക്കെയാണ് ഡ്യുവലിസത്തിന്റെ. അതായത് ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിസത്തിന്റെ, അതായത് മോണിസ്റ്റിക് തിയറിയുടെ എന്ന് പറഞ്ഞാൽ കെൽസണും റൈറ്റും വെസ്റ്റ് ലേക്കുമാണ്. അതായത് ഒറ്റ ലീഗൽ സിസ്റ്റമേ ഉള്ളൂ. അതാണ് കെൽസണും റൈറ്റും വെസ്റ്റ് ലേക്കും പറഞ്ഞാൽ ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ആൻസ്ലോട്ടി, ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറെ 2 തിയറിയും കൂടെ ഉണ്ട്. സ്പെസിഫിക് അഡോപ്ഷൻ, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ടത്. സ്പെസിഫിക് അഡോപ്ഷൻ തിയറി, ട്രാൻസ്ഫോർമേഷൻ തിയറി, ഇത് ഡ്യുവലിസ്റ്റിന്റെ തിയറിയാണ്. അതായത് ഡ്യുവലിസ്റ്റ് വിശ്വസിക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, രണ്ടും 2 ലീഗൽ സിസ്റ്റം ആണെന്നാണ്. സോ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ലോ മുനിസിപ്പൽ ലോയിലേക്ക് കൊണ്ടുവരണം. ആദ്യം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, മുനിസിപ്പൽ ലോയിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ മാത്രമേ എന്ത് ചെയ്തത് നമ്മുടെ മുനിസിപ്പൽ ലോ, അതായത് നമ്മുടെ സ്റ്റേറ്റ്സിൽ അത് അപ്ലൈ ചെയ്യത്തുള്ളതാണ്. ഈ സ്പെസിഫിക് അഡോപ്ഷനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ തിയറിയിൽ വന്നു. നമ്മൾ ആർട്ടിക്കിൾ 253 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കണ്ടതാണ്. ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിൽ ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ലോ ഉണ്ടാക്കാൻ അത് പാർലമെന്റിന് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം കൊണ്ടുവരാ മുനിസിപ്പൽ ലോയിൽ അത് ആഡ് ചെയ്യുക, എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക. അതാണ് ട്രാൻസ്ഫോർമേഷൻ തിയറിയിൽ. സ്പെസിഫിക് അഡോപ്ഷൻ തിയറി, അഡോപ്റ്റ് ചെയ്യുക, അഡോപ്ഷൻ തിയറി പറയുന്നത് അത് ഡ്യുവലിസ്റ്റിന്റെ തിയറിയാണ്. നെക്സ്റ്റ് ഡെലിഗേഷൻ തിയറി എന്ന് പറഞ്ഞാൽ മോണിസ്റ്റ് തിയറിയാണ്. ഇത് ഡയറക്റ്റ് എന്ത് എടുത്തുകൊണ്ട് വരിക, അപ്ലൈ ചെയ്യുക. അതാണ് മോണിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഡെലിഗേറ്റ് ചെയ്താൽ, അതായത് ഡെലിഗേറ്റീവ് പവർ ആയിരിക്കും. ലൈക്ക് എന്താ പറയുക,
ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്, പവർ കൊടുക്കുവാണ്. അങ്ങനെ ഒരു അതോറിറ്റി, കോൺസ്റ്റിറ്റ്യൂട്ടീവ് അതോറിറ്റി പാർലമെന്റിനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റ് എന്ത് ചെയ്ത് നമ്മുടെ മുനിസിപ്പൽ ലോയിൽ അത് അപ്ലൈ ചെയ്യും. ഓക്കെ, അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുവാണെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണലിൽ നിന്ന് ഡെലിഗേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ്സിന് കൊടുക്കുന്നു, സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഡെലിഗേഷനാണ് മോണിസത്തിന്റെ പറയുന്നത്, മോണിസ്റ്റിക് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഈ രണ്ട് തിയറിയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. Then, which of the following is one of the chief exponents of the constitutive theory of recognition? Okay, constitutive theory ഇതിൽ വരുന്നതാണ്, റെക്കഗ്നിഷനിൽ വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി. അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് തിയറി. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് തിയറി സ്റ്റേറ്റ് റെക്കഗ്നിഷനിൽ വരുന്നതാണ്. സ്റ്റേറ്റ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, മറ്റേ ഒരു സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ ഇതിനെ അക്നോളജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറിയുടെ എക്സ്പോണന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീഗൽ ആണ്. ഹീഗൽ മാത്രമല്ല, ഓക്കെ, ഹീഗൽ മാത്രമല്ല, അലോങ് വിത്ത് പ്രോമിനന്റ് ജൂസ് ലൈക്ക് ഓപ്പൻഹീം, ആൻസ്ലോട്ടി, ഹീഗൽ. ഓപ്പൻഹീമും ആൻസ്ലോട്ടി, ഹീഗൽ ഇവരെല്ലാം എന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറിയുടെ ഭാഗമാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി, എന്താ ഡിക്ലറേറ്റീവ് തിയറി നമുക്ക് പറയാം, എന്നിട്ട് നമുക്ക് എക്സ്പെറൻസിനെ പറ്റി പറയാം. കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി എന്ന് പറഞ്ഞാൽ, ഡിക്ലറേറ്റീവ് തിയറി ആദ്യം പറയാം. ഡിക്ലറേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ ഇവിടെ അക്നോളജ്മെന്റ് ഒന്നും ആവശ്യമില്ല, ഓൾറെഡി എന്താണ്, സ്റ്റേറ്റ്ഹുഡ് ഓൾറെഡി അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ, ഉള്ള സാധനം ഒന്ന് ഡിക്ലെയർ ചെയ്യുക, അതാണ് ഡിക്ലറേറ്റീവ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ഒബ്ജക്റ്റീവ് ഫാക്ട്. സ്റ്റേറ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫാക്ട് ആണ് അവിടെ. The group of jurists argued a state exists as a sovereign entity as soon as it fulfills legal requirements. ഫുൾഫിൽ ചെയ്യുക. ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ മൊണ്ടേവിഡിയോ കൺവെൻഷൻ പ്രകാരം എന്താണ് നമ്മുടെ റിക്വയർമെന്റ്സ് ഓഫ് എ റെക്കഗ്നിഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു പെർമനന്റ് പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ഡെഫിനറ്റ് ടെറിട്ടറി ഉണ്ടായിരിക്കണം, ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു റിലേഷൻസ് വിത്ത് അതർ സ്റ്റേറ്റ്. ഇത് 4 റിക്വയർമെന്റ് ആണ്. അത് മൊണ്ടേവിഡിയോ കൺവെൻഷൻ 1933 ഈ ഒരു റിക്വയർമെന്റ്സിന്റെ കാര്യം പറയുന്നത്. ഞാൻ എടുത്ത് പറയാൻ കാരണം ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ സ്റ്റേറ്റ് റെക്കഗ്നീഷന്റെ 4 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അത് 4 ക്വാളിഫിക്കേഷൻ മൊണ്ടേവിഡിയോ കൺവെൻഷൻ 1933 പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന്, പെർമനന്റ് പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ഡെഫിനറ്റ് ടെറിട്ടറി, ഗവൺമെന്റ്, കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു റിലേഷൻസ് വിത്ത് അതർ സ്റ്റേറ്റ്. ഇതാണ് 4 ക്വാളിഫിക്കേഷൻ സ്റ്റേറ്റ് റെക്കഗ്നിഷൻ. ഈ 4 ക്വാളിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, സ്റ്റേറ്റ്ഹുഡ് അത് പൊസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അത്, അപ്പൊ തന്നെ അത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഡിക്ലറേറ്റീവ് തിയറി പറയുന്നത്. മേക്കിംഗ് റെക്കഗ്നിഷൻ മിയർലി എ ഫോർമൽ എവിഡൻഷ്യറി അക്നോളജ്മെന്റ് ഓഫ് ദാറ്റ് ഫാക്ട് റാദർ ദാൻ വാട്ട് ക്രിയേറ്റ്സ് ഇറ്റ്. അതായത് അതൊരു ഈ പറയുന്ന അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ഒരു എവിഡൻസ് മാത്രം, ഒരു എവിഡൻഷ്യറി വാല്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനെ 4 റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റേറ്റ്ഹുഡ് ഉണ്ട്, അത് റെക്കഗ്നിഷൻ കിട്ടി എന്നാണ് ഡിക്ലറേറ്റീവ് തിയറിക്കാർ പറയുന്നത്. അവരിലെ ആൾക്കാരാണ് ഹാള്, ബ്രിയർലി, ഫിഷർ ആൻഡ് പിറ്റ് കോർബറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സ്പോണൻസിന്റെ കാര്യം. അപ്പൊ ഇവർ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, ഡിക്ലറേറ്റീവ് തിയറിയുടെ ഒരു സുഖലി കളർ. ഓക്കെ, ഹാള്, ബെർലി, എനിക്ക് പ്രൊനൗൺസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഫിഷർ ആൻഡ് പിറ്റ് കോർബറ്റ്, ഇവർ രണ്ടും ഡിക്ലറേറ്റീവ് തിയറി, ഇവർ ഇത്രയും ഡിക്ലറേറ്റീവ് തിയറിയുടെ എക്സ്പോണൻസ് ആണ്. ഇൻ കേസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി ആണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി പറയുന്നത് ദ സ്റ്റേറ്റ് ഓൺലി ബിക്കംസ് എ നാഷണൽ പേഴ്സൺ and against is stirred as a sovereign entity upon formal recognition by other established state. മറ്റ് എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് അത് ഫോർമലായിട്ട് അക്നോളജ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെന്തല്ല സ്റ്റേറ്റ്ഹുഡ് ഉള്ളൂ, അതായത് സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുത്തുള്ളൂ എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറിക്കാർ പറയുന്നത്. സോ അവരിൽ ഒരാളാണ് ഹീഗൽ, ഓപ്പൺഹീം, ആൻസ്ലോട്ടി. ഇവരൊക്കെയാണ് ഇതിന്റെ ചീഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺഹീം, ആൻസ്ലോട്ടി ആൻഡ് ഹീഗൽ. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പം കോൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറി ആൻഡ് ഡിക്ലറേറ്റീവ് തിയറി അതാണ് നമ്മുടെ സ്റ്റേറ്റ് റെക്കഗ്നിഷൻ്റെ. അതുപോലെ 2 തരത്തിലുള്ള റെക്കഗ്നിഷൻസ് ഉണ്ട്, ഡി ജൂറെ ആൻഡ് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ. ഡി ഫാക്ടോ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊവിഷണൽ പരിപാടിയാണ് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. ഡി ജൂറെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഇറവോക്കബിൾ ആണ്, നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അരൻസാസുമന്തി എന്ന് പറയുന്ന ഒരു കേസ്. ഇത് ഡി ജൂറേയും ഡി ഫാക്ടോ റെക്കഗ്നിഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പറഞ്ഞ കേസാണ്. കേസ് ഞാൻ എപ്പോഴും ഡീൽ ചെയ്യുന്നില്ല.
ഞാൻ പറഞ്ഞ ഞാൻ തരാം, ഞാൻ കേസസ് തരാം, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് ഓർത്തിരിക്കുക. പ്രൊനൗൺസിയേഷൻ കുറച്ച് പ്രശ്നമാണ്. അരൻസാസ്ട്രുമെന്തി അങ്ങനെയാണ് അത് പറയുന്നത്. കേസ് നമ്മുടെ ഡിജുറെ ഡിഫാക്ടോ റെക്കഗ്നിഷന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നത്. ഓക്കെ ഡിഫാക്ടോ ഡിജു റെക്കഗ്നിഷൻ ഇമ്പോർട്ടൻ്റ്, റെക്കഗ്നിഷൻ അത്രയല്ല ഉള്ളൂ. ഓക്കെ ദെൻ ഡോക്ട്രിൻസ്, റെക്കഗ്നിഷൻ ഡോക്ട്രിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ദ സ്റ്റിംസൺ ഡോക്ട്രിൻ ഓഫ് നോൺ റെക്കഗ്നിഷൻ, ഇതെന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ സ്റ്റേറ്റ്സിനൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ടു ഡിനൈ റെക്കഗ്നിഷൻ ടു എനി ടെറിട്ടോറിയൽ, എന്നുള്ള ടു എനി ടെറിട്ടോറിയൽ അക്വിസിഷൻ ഓർ പൊളിറ്റിക്കൽ ചേഞ്ച്, എന്തെങ്കിലും ടെറിട്ടോറിയൽ അക്വിസിഷനോ പൊളിറ്റിക്കൽ ചേഞ്ചോ ദാറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് സ്ട്രിക്ട്ലി ബൈ മിലിറ്ററി ഫോഴ്സ്, അഗ്രഷൻ ഓർ എ വയലേഷൻ ഓഫ് ഇന്റർനാഷണൽ ലോ, ഇന്റർനാഷണൽ ലോയുടെ വയലേഷൻ ചെയ്ത, ഇന്റർനാഷണൽ ലോ വയലേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബൈ മിലിറ്ററി ഫോഴ്സ് അഗ്രഷൻ പ്രകാരം ഒരു ടെറിട്ടറി അക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരിക, അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേഷൻ ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. അതാണ് സ്റ്റിംസൺ ഡോക്ട്രിൻ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റിംസൺ ഡോക്ട്രിൻ, തോബ ഡോക്ട്രിൻ, എക്സ്ട്രാഡ ഡോക്ട്രിൻ ചോദിച്ചിട്ടുണ്ട് എക്സാംസിന്, അപ്പോൾ ഓർത്തിരിക്കുക. സ്റ്റിംസൺ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് നോൺ റെക്കഗ്നിഷൻ എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ഒരു സ്റ്റേറ്റിന്റെ ഒബ്ലിഗേഷൻ ആണ് നോട്ട് ടു റെക്കഗ്നൈസ് ഒരു പൊളിറ്റിക്കൽ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ അക്വിസിഷൻ വരികയാണ് എങ്ങനെ ബൈ മിലിറ്ററി ഫോഴ്സ് ഓർ അഗ്രഷൻ ഓർ വയലേഷൻ ഓഫ് ഇന്റർനാഷണൽ ലോ, അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പാടില്ല? അത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. So doctrine remains a pillar of international law. For instance, the global community uses Stimson doctrine to refuse recognition of illegal territorial annexation. Okay, illegal territorial annexations നമ്മൾ എന്താണ് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റിംസൺ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഡോക്ട്രിൻ തോബ ഡോക്ട്രിൻ ആണ്. തോബാർ ഡോക്ട്രിൻ, the state must refuse to recognize any new government that comes to power via coup d'etat, revolution or extra constitutional means. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുടെയൊക്കെ വയലേഷൻ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏതാണ് ന്യൂ ഗവൺമെന്റിന്റെ കാര്യം ഇവിടെ പറയുന്നത്, മറ്റേ ടെറിട്ടോറിയൽ അക്വിസിഷനോ പൊളിറ്റിക്കൽ ചേഞ്ചോ അല്ല, ഒരു പുതിയൊരു ഗവൺമെന്റ് വരികയാണ്. ആ ഗവൺമെന്റിൽ പവർ വരുന്നത് എങ്ങനെയാണ്? ബൈ റെവല്യൂഷൻ വഴിയോ അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷനീസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുമാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ്? റെഫ്യൂസ് ചെയ്യരുത്. എപ്പോഴേ? അൺടിൽ ദ റിജീം ഹാസ് ഡെമോക്രാറ്റിക്കലി ലെജിറ്റിമൈസ്ഡ്, ഡെമോക്രാറ്റിക്കലി അതായത് പീപ്പിൾ അതിനെ അവരെ ഇലക്ട് ചെയ്ത്, അതായത് ഡെമോക്രാറ്റിക് ലെജിറ്റിമൈസ് ചെയ്യാത്രത്തോളം കാലം അതുവരെ എന്ത് ചെയ്തിരിക്കണം? റെക്കഗ്നിഷൻ റെഫ്യൂസ് ചെയ്തിരിക്കണം. അതാണ് തോബ ഡോക്ട്രിൻ പറയുന്നത്. ദാറ്റ് ഈസ് റെക്കഗ്നിഷൻ ഷുഡ് ഓൺലി ബി ഗ്രാന്റഡ് ആഫ്റ്റർ ദ സിറ്റിസൺസ് ഓഫ് ദാറ്റ് കൺട്രി ഹാവ് ഫ്രീലി ഇലക്റ്റഡ് ദ റെപ്രസെന്റേറ്റീവ്സ് ടു ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ഡെമോക്രാറ്റിക് ഇലക്ഷൻ വരെ അവർ റെപ്രസെന്റേറ്റീവ് തെരഞ്ഞെടുക്കുന്നതിന് വരെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വന്നൊരു ഗവൺമെന്റിന് തോബ ഡോക്ട്രിൻ പ്രകാരം എന്ത് ചെയ്യും? നമ്മൾ സ്റ്റേറ്റ് റെക്കഗ്നിഷൻ റെഫ്യൂസ് ചെയ്യണം. ഓക്കെ, ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് എക്സ്ട്രാറ ഡോക്ട്രിൻ ആണ്. എക്സ്ട്രാറ ഡോക്ട്രിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷുഡ് കംപ്ലീറ്റ്ലി അബോളിഷ് ദ പ്രാക്ടീസ് ഓഫ് ഇഷ്യൂയിങ് ഫോർമൽ ഡിക്ലറേഷൻസ് ഓഫ് റെക്കഗ്നിഷൻ ഫോർ ന്യൂ ഗവൺമെന്റ്സ്. ഇവിടെ നമ്മുടെ തോബ ഡോക്ട്രിൻ്റെ ഒരു അപ്പോസിറ്റ് ആണ് എക്സ്ട്രാറ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഗവൺമെന്റ് വന്നു എന്നുള്ളത് നോക്കണ്ടെന്നാണ് പറയുന്നത്. വെദർ എ ന്യൂ ഗവൺമെന്റ് ഈസ് ലെജിറ്റിമേറ്റ് ഓർ കെയിം ഇൻ ടു പവർ കോൺസ്റ്റിറ്റ്യൂഷണലി, അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അങ്ങനെയല്ല റെക്കഗ്നിഷൻ കൊടുക്കേണ്ടത്. ഷുഡ് ഫോക്കസ് എൻറ്റർലി ഓൺ ഡിഫാക്ടോ കൺട്രോൾ. അത് ഇപ്പോൾ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇഫ് എ ന്യൂ ഗവൺമെന്റ് സക്സസ്ഫുള്ളി എക്സസൈസ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ഇസ് ടെറിട്ടറി, അതിൻ്റെ ടെറിട്ടറി ഇഫക്റ്റ് ഓഫ് കൺട്രോൾ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആൻഡ് പോപ്പുലേഷൻ അതർ നേഷൻ ടു സിംപ്ലി കണ്ടിന്യൂ അഡ്ജസ്റ്റ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ക്വൈറ്റ്ലി. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കണ്ട. അവരിപ്പോഴും ആ ടെറിട്ടറി ഒരു കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് എക്സ്ട്രാഡ ഡോക്ട്രിൻ. നമ്മുടെ തോബാറിന്റെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ഓക്കെ, അപ്പം സ്റ്റിംസൺ, തോബാർ, എക്സ്ട്രാഡ ഡോക്ട്രിൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഞാൻ നേരത്തെ ഒരു ഡിസ്കഷൻ പോലെ പറഞ്ഞത്. ഓക്കെ, വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണെന്ന് നോക്കാം. In accordance with the provisions of Article 7 of the United Nations Charter, the Security Council, one of the principal organs of United Nations, correct ആണ്. സെക്യൂരിറ്റി കൗൺസിൽ പ്രിൻസിപ്പൽ ഓർഗൻ തന്നെയാണ്. ജനറൽ അസംബ്ലി ഒരു ഡെലിബറേറ്റീവ് ബോഡി ആണെങ്കിൽ ഈ പറയുന്ന മിക്ക നമ്മുടെ ആർട്ടിക്കിൾ 1ലും 2ലും യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടർ ആർട്ടിക്കിൾ 1ലും 2ലും പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സും റൂൾസും ഇത് പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മുടെ പീസ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തം ഉള്ളത് സെക്യൂരിറ്റി കൗൺസിലാണ്. ജനറൽ അസംബ്ലി റെക്കമെൻഡറി ബോഡി മാത്രമാണ് ജനറൽ അസംബ്ലി. പ്രിൻസിപ്പൽ ഓർഗൻ ആണ് എന്താണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞത്.
Okay, then first Security Council came into being on 12th January 1946. കാരണം 1945 ഒക്ടോബർ 24 നമ്മുടെ UN നിലവിൽ വന്നത്. Then at Thampartan proposal, 1919 ILOയുടെ 1919 ILO അല്ല, ലീഗ് ഓഫ് നേഷൻസ് വന്നു. ലീഗ് ഓഫ് നേഷൻസ് വന്നു. ലീഗ് ഓഫ് നേഷൻസ് അടുത്ത വാർ വന്നപ്പോഴത്തേക്ക് ലീഗ് ഓഫ് നേഷൻസ് ഫെയിലർ ആയല്ലോ. സോ അതിനുശേഷമാണ് യുണൈറ്റഡ് നേഷൻസ് വന്നത്. യുണൈറ്റഡ് നേഷൻസിൽ എന്താണ് UN, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ 1945. ഓക്കെ, ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വന്നു. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ നമ്മുടെ ചാർട്ടർ ആണ് UN ചാർട്ടർ. ഓർക്ക് അതിന്റെ സ്റ്റാറ്റ്യൂട്ട്, അതായത് UN ചാർട്ടർ. ഓക്കെ, അതിലെ ആർട്ടിക്കിൾ 1ഉം 2ഉം. ആർട്ടിക്കിൾ 1 നമ്മുടെ എന്താണ് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ആർട്ടിക്കിൾ 2 ചില ജനറൽ റൂൾസ്, ഇമ്പോർട്ടൻറ്റ് റൂൾസിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ നോക്കാം. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങാനും ചോദിച്ചാലോ എന്ന് വെച്ച് പറഞ്ഞത്. ഓക്കെ, ദെൻ Thampartan proposal, it was finally decided to establish such as organ in the form of Security Council. പക്ഷേ ആക്ച്വലി Thampartan പ്രപ്പോസൽ അല്ല, സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിലാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് തെറ്റാണ്. 10 non-permanent members of Security Council elected by the General Assembly for 5 years. അതും തെറ്റാണ്. 2 ഇയേഴ്സിലേക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ ICGയുടെ എത്ര ജഡ്ജസ് ഉണ്ട്, എത്ര ഇയറിലേക്കാണ്, ഓക്കെ, ക്വാറം ഏതാണ്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോത്തിരിക്കുക. ഇതിൽ CM DU ആണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് നോക്കാം. കറക്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് 1945 എന്താണ് നമ്മുടെ സെക്യൂരിറ്റി കൗൺസിൽ ഒരു ഓർഗനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫൈനലി ഒഫീഷ്യലി സൈൻ ആൻഡ് അഡോപ്റ്റഡ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 2 ഇയേഴ്സിലേക്ക്, നോട്ട് 5 ഇയേഴ്സ്, 2 ഇയേഴ്സിലേക്കാണ് നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Article 38 of the Statute of International Court of Justice lists international conventions, whether general or particular, establishing rules expressly recognized by the contesting states as the first source of international law. എന്തൊക്കെയാണ് ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലോ? ഇന്റർനാഷണൽ കൺവെൻഷൻസ്, വെദർ ജനറൽ ഓർ പെർട്ടിക്കുലർ, എസ്റ്റാബ്ലിഷിംഗ് റൂൾസ് എക്സ്പ്രസ്ലി റെക്കഗ്നൈസ്ഡ് ബൈ ദി കണ്ടസ്റ്റൻസ് ഇസ് ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലോ. കറക്റ്റ് അല്ലേ? കൺവെൻഷൻ അല്ലേ 38 ക്ലോസ് 1 ഫസ്റ്റ് പറയുന്നത് ട്രീറ്റീസ് അല്ലെങ്കിൽ കൺവെൻഷൻ ആണ്. അതാണ് ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലോ. അത് കറക്റ്റ് ആണ്. In modern period, international treaties are the most important source of international law. Correct അല്ലേ? International treaties ആണ് നമ്മുടെ മോഡലിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The law of nations is that collection of usages which civilized states have agreed to observe in the dealings with other. So actually ഈ കേസ് നിങ്ങൾ ഓർത്താൽ മതി. ക്യൂൻ വേഴ്സസ് കെയിൻ്റെ കേസിലാണ് ലോർഡ് കോൾറിഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് യൂസേജസ് ആണ് വിച്ച് സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് ആർ അഗ്രീഡ് ടു ഒബ്സർവ് ഇൻ ദർ ഡീലിംഗ്സ് വിത്ത് ഈച്ച് അതർ. അങ്ങനെ ഒരു യൂസേജസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അത് ക്യൂൻ വേഴ്സസ് കെയിൻ്റെ കേസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് കേസ് ആട്ടോ അത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കണം കേസും അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ കാര്യവും. Which of the following statement or statements are true? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത്. Nicaragua versus USA, the World Court by majority has taken the view that the sources of international law hierarchical. Source of international law hierarchical ആണെന്ന് പറയുന്നുണ്ട്. Nicaragua versus USA, the World Court has taken unanimously the view that the sources of international law are not hierarchical. അത് hierarchical അല്ല എന്നാണ് അടുത്തതിൽ പറയുന്നത്. In Nicaragua versus USA, the World Court by majority have taken the view that the sources of international law are not hierarchical but are necessarily complementary and interrelated. The next, Nicaragua versus USA, the World Court has taken unanimously the view that the sources of international law are not hierarchical but are necessarily complementary and interrelated. Actually, ഇവിടുത്തെ ഉത്തരം C ആണ്. ഇത് തമ്മിൽ കൺഫ്യൂഷൻ. ഓക്കെ, C ആണ്. അതായത് എന്താണ്, അവർ തമ്മിൽ ഹൈറാർക്കിൽ അല്ല. എന്താണ്, law are not hierarchical but are necessarily complementary and interrelated. Complementary അതുപോലെ interrelated ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഹൈറാർക്കിൽ ബട്ട് നെസസറിലി കോംപ്ലിമെന്ററി ആൻഡ് ഇന്റർറിലേറ്റഡ്. ഇത് തന്നെയല്ലേ പറയുന്നത്. നെസസറി ദ വ്യൂ ദാറ്റ് നോട്ട് ഹൈറാർക്കിൽ ബട്ട് ആർ നെസസറിലി കോംപ്ലിമെന്ററി ആൻഡ് രണ്ട് സെയിംസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ആൻസർ ഇതാണ് കേട്ടോ. ഒരു ഹൈറാർക്കിലല്ല. എന്താണ്, മേ ബി നോട്ട് ഇന്റർ എന്തെങ്കിലും ടൈപ്പിംഗ് എറേഴ്സ് ആയിരിക്കും, സോറി. സോ നോട്ട് ഹൈറാർക്കിൽ ബട്ട് ആർ നെസസറിലി എന്താണ്
കോംപ്ലിമെന്ററി, ഇന്റർറിലേറ്റഡ് ആണ്. അതൊരിക്കലും അവരും ഹൈറാർക്കിയൽ അല്ല. അത് നിങ്ങൾ ഓർത്തിക്കുക. ഇന്റർനാഷണൽ ലോയില് സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഹൈറാർക്കിയൽ ബട്ട് ആർ കോംപ്ലിമെന്ററി ആണ്, ഇന്റർറിലേറ്റഡ് ആണ്. ഓക്കെ, അത് നിക്കാർഗോ വേഴ്സസ് USA കേസിലാണ് ഇത് കൊണ്ടുവന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the Universal Declaration of Human Rights declares that all human beings are by nature equally free and independent, born free and national, born free and equal in work and rights, and born free and equal in dignity and rights. So Universal Declaration of Human Rights Declaration എന്താണ്? ഹ്യൂമൻ ബീങ്സ് എല്ലാവരും എന്താണ്? ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, Universal Declaration of Human Rights declares that all human beings born are free, then equal in dignity and rights. The next question, states are bound to fulfill in good faith the obligation assumed by them under treaties. It implies that good faith അവർ ഇംപ്ലൈ ചെയ്യുന്ന ഒബ്ലിഗേഷൻസ് എന്താണ്? assumed by them under treaties. അവർ ബൗണ്ട് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് ഏതാണ്? ഒപ്പീനിയോ ജൂറിസ് എറ്റ് നെസസിറ്റസ്. അതൊരു അവരുടെ ഒരു ഫീലിംഗ്, ഒരു ഇമോഷണൽ ഫീലിംഗ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ബിലീഫാണ്. എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്തിൽ ഈ പറഞ്ഞ എന്താണ് അവർ ഈ പറയുന്ന ഒബ്ലിഗേഷൻസ് എല്ലാം അവർ ചെയ്തിരിക്കും. ഒബ്ലിഗേറ്റഡ് ആണ്, ഇത് ഡ്യൂട്ടീസ് ചെയ്യാൻ ഒബ്ലിഗേറ്റഡ് ആണ് എന്ന്. ഓക്കെ, പക്ട വേ ഓക്കെ മസ്റ്റ് ബി കെപ്റ്റ്. ഓക്കെ, ഇത് ഞാൻ എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, സോറി. Pacta sunt servant and the fundamental legal maxim in international law that translate to agreements must kept. It explicitly dictates that every treaty in force is binding upon the state party involved and must be performed by them in good faith. See, states are bound to fulfill in good faith obligation assumed by them under treaties. I'm sorry. ഞാൻ really sorry. അത് ക്വസ്റ്റ്യൻ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. സി ഇത് I'm really sorry. ഒപ്പീനിയൻ ജൂറിസ് അല്ല ആൻസർ. Pacta sunt servant ആണ്. ഗുഡ് ഫെയ്ത്തിൽ എന്താണ്? ട്രീറ്റീസ് അവർ ഒബ്ലിജ് ചെയ്യും. അത് നമ്മൾ ഒപ്പീനിയൻ ജൂറിസ് പറഞ്ഞത് എന്താണ്? കസ്റ്റംസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. എന്താണ് പറഞ്ഞത്? അവരുടെ ഒപ്പീനിയൻ, സ്റ്റേറ്റ്സിന്റെ ഒപ്പീനിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർ ഇമോഷണലി എന്ത് ചെയ്തിരിക്കണം? അവർ ബിലീവ് ചെയ്തിരിക്കണം അവരതിൽ ഒബ്ലിഗേറ്റഡ് ആണെന്നുള്ളത്. ബട്ട് ട്രീറ്റീസിന്റെ കാര്യം വരുമ്പോൾ അത് Pacta sunt servant ആണ് പ്രിൻസിപ്പിൾസ് ഡീൽ ചെയ്യുന്ന. ഞാൻ ട്രീറ്റീസ് കണ്ടില്ല. ഐ എം റിയലി സോറി അഗെയിൻ. ഓക്കെ, Pacta sunt servant. ഇപ്പോൾ Pacta sunt servant എന്താണ്? ദാറ്റ് ഡിറ്റെയിൽസ് ദാറ്റ് എവറി ട്രീറ്റി ഫോഴ്സ് ഇസ് ബൈൻഡിങ് അപ്പോൺ ദ സ്റ്റേറ്റ്സ് ഇൻവോൾവ്. അതായത് ട്രീറ്റിയിൽ ഇൻവോൾവ് ഉള്ള എല്ലാ സ്റ്റേറ്റ്സും എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് ബി പെർഫോം ബൈ ദം ഇൻ ഗുഡ് ഫെയ്ത്ത്. ട്രീറ്റീസ് എന്താണ്? അവരുടെ ഒബ്ലിഗേഷൻ ആണ്, അവരത് ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളത്. ദെൻ റിബക്സ് സിക്സ് സ്റ്റാൻഡിബസ്, ഇതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എക്സെപ്ഷൻ ടു Pacta sunt servant, എ ഡോക്ട്രിൻ ആക്ടിങ് ആസ് എൻ എസ്കേപ്പ് ക്ലോസ് ഓർ എക്സെപ്ഷൻ ടു Pacta sunt servant എക്സെപ്ഷൻ ആണ്. അതായത് ഇറ്റ് അലൗസ് എ സ്റ്റേറ്റ് ടു വിഡ്രോ ഫ്രം ഓർ ടെർമിനേറ്റ് എ ട്രീറ്റി if there is a fundamental and unforceable change in a circumstances. അതായത് ഏതെങ്കിലും ഫണ്ടമെന്റൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ട്രീറ്റിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ലൈക്ക് ടെറിട്ടറി അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് അവിടെ വന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റിൽ നിന്ന് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്സിന് വിഡ്രോ ചെയ്യാം. അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിബക്സ് സിക്സ് സ്റ്റാൻഡിബസ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ടു Pacta sunt servant ആണ്. Pacta sunt servantൽ പറയുന്നത് എന്താണ്? ട്രീറ്റിൽ എൻ്റർ ചെയ്ത് എന്ത് ചെയ്തിരിക്കണം? അവരത് ഒരു ഒബ്ലിഗേറ്റഡ് ആണ് ആ ട്രീറ്റിൽ അവർ പെർഫോം ചെയ്യുക എന്നുള്ളത് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇനി എക്സ് അക്യോ എറ്റ് ബോണോ, ഇതൊരു ലീഗൽ കൺസെപ്റ്റ് ആണ്. നാഷണൽ കോർട്ട് അല്ലെങ്കിൽ ആർബിട്രേറ്റർ ഡിസൈഡ് ടു ഡിസ്പ്യൂട്ട് ബേസ്ഡ് ഓൺ ഫെയർനെസ്, ഇക്വിറ്റി rather than സ്ട്രിക്റ്റ് ലീഗൽ റൂൾസ്. ഫെയർനെസ് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ വേണം ഒരു കേസ് ഡീൽ ചെയ്യണം. അതാണ് എസ് അക്യോ എറ്റ് ബോണോയിൽ പറയുന്നത്. പിന്നെ ഒപ്പീനിയൻ ജൂറിസ് എറ്റ് നെസസിറ്റസിൽ എ പ്രിൻസിപ്പിൾ ഇൻ കസ്റ്റമറി ഇന്റർനാഷണൽ ലോ, അതല്ലെങ്കിൽ തെറ്റ് പറ്റിയത് സോറി, ആൻഡ് യൂസ് ടു ഡിറ്റർമിൻ ഇഫ് എ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് പ്രാക്ടീസ് ഇസ് ലീഗലി റിക്വയർഡ്. അതായത് എന്ത് ചെയ്യണം? അതൊരു എന്താണ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തതാണെങ്കിൽ അത് അവരുടെ ഒബ്ലിഗേഷൻ ആണ്. എന്താണ്? അവർക്കൊരു ഫീൽ ഉണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യണം, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തിരിക്കണം? മുന്നോട്ട് പോയിരിക്കണം എന്നൊരു ഫീൽ, അതൊരു ഇമോഷണൽ ഇതാണ്. അതാണ് ഒപ്പീനിയൻ ജൂറിസ് നെസസിറ്റസിൽ പറയുന്നത്. ഓക്കെ, കൺസിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who said international law is a vanishing point of jurisprudence? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹോളണ്ട് ആണ്. ഓക്കെ, വീണ്ടും ഞാൻ എടുത്തു പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following cases the Supreme Court clarified the distinction between expulsion and extradition following international norms? അപ്പോൾ ഏത് കേസിലാണ് ഈ പറഞ്ഞ ഡിഫറൻസ്? എക്സ്പെൽഷൻ ആൻഡ് എക്സ്ട്രഡിഷൻ. എക്സ്പെൽഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നാടുകടത്തൽ. അതുപോലെ എക്സ്ട്രഡിഷൻ, അത് ഏത് കേസിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്?
ഇത് ഡിഫറൻഷിയേറ്റ് ഹാൻസ് മുള്ളർ ന്യൂറംബർഗ് വേഴ്സസ് സൂപ്പർ ആൻഡ് പ്രസിഡൻസി ജയിൽ. ഈ കേസിലാണ് ഹാൻസ് മുള്ളർ ന്യൂറംബർഗിന്റെ കേസിലാണ് ശരിക്കും ഒരു ഡിഫറൻഷൻ, എക്സ്പെൽഷനും എക്സ്ട്രഡിഷനും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ എന്ന് പറയുന്ന ഒരു യൂണിലാറ്ററൽ ആക്ട് ആണ് ബൈ ദ സ്റ്റേറ്റ്. എന്താണ്? അൺഡിസൈറബിൾ ഫോറിൻ നാഷണൽ നമ്മൾ ഇതിന്റെ ടെറിട്ടറിയിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതാണ് എക്സ്പെൽഷൻ. യൂണിലാറ്ററൽ ആക്ട് ആണ്. എക്സ്ട്രഡിഷൻ എന്ന് പറയുന്നത് ഒരു bilateral process ആണ്, where a person is formally hand over to the another requesting state to face trial or punishment under a treaty agreement. ഒരു ട്രീറ്റി അഗ്രിമെന്റ് പ്രകാരം ഒരു ഫോറിൻ നാഷണലിനെ മറ്റൊരു റിക്വസ്റ്റിംഗ് കൺട്രിയിലേക്ക് നമ്മൾ അയക്കുകയാണ് ഫോർ ഫേസിങ് ട്രയൽ ഫോർ പണിഷ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, എക്സ്ട്രഡിഷൻ ഒരു ബയലാറ്ററൽ ആണ്, എക്സ്പെൽഷൻ യൂണിലാറ്ററി ആക്ട് ആണ്. ഓക്കെ, റിമൂവ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്സിന്റെ മാത്രം ഇതാണത്. അത് ഹാൻസ് മുള്ളൻബർഗിലാണ് എന്താണ് ഈ പറയുന്ന ഡിഫറൻസ് കൊണ്ടുവന്നത്. ഓക്കെ, which of the following is a composition of International Bill of Rights? ഇത് ഏതൊക്കെ കൂടിച്ചേരുന്നതാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നാഷണൽ കോവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, നാഷണൽ കോവനന്റ് ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, ദ ഓപ്ഷൻ പ്രോട്ടോകോൾ ടു ദി ഇന്റർനാഷണൽ കോവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ആക്ച്വലി ഇത് 4 കൂടി ചേരുന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. 4 കൂടി ചേരുന്നതാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, UDHR, അതുപോലെ ICCPR, International Covenant of Economic and Social and Cultural Rights, then optional protocol to the ICCPR. Okay, important another. What is the legal effect of a state signing a treaty but not at ratifying it? So, നിങ്ങൾ ഓർക്കേണ്ടത് റാറ്റിഫിക്കേഷൻ ചെയ്യുക, സൈൻ ചെയ്യുക എന്ന് പറയുന്ന രണ്ട് മീനിങ് ആണ്. ഒരു ട്രീറ്റി സൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു ഒബ്ലിഗേഷൻ അവർക്ക് അവിടെ ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്തിരിക്കണം? അവിടെ റാറ്റിഫിക്കേഷൻ നടന്നിരിക്കണം. റാറ്റിഫിക്കേഷൻ അതായത് അവരത് അപ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ, അത് എന്ന് വെച്ചാൽ അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്, അത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തിരിക്കണം. സൈനും റാറ്റിഫിക്കേഷനും തമ്മിലുള്ള ആ ഒരു ഇടവേള ഉണ്ടല്ലോ, ആ ഇതിൽ സിറ്റുവേഷനിൽ എന്ത് ചെയ്തിരിക്കണം? അവരത് മാക്സിമം ആ ട്രീറ്റിയോട് കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കാം. ലൈക്ക് എന്താ പറയുക, അതിന് വയലേഷൻ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സൈനിങ്ങും റാറ്റിഫിക്കേഷനും തമ്മിൽ ഇടയിലുള്ളൊരു ടൈമിൽ. സോ സൈനിങ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ അതിൽ ഫുൾ ഒബ്ലീജ്ഡ് ആണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എന്തിരിക്കണം? റാറ്റിഫൈ ചെയ്തിരിക്കണം. റാറ്റിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ സ്റ്റേറ്റ് ഈസ് ബൗണ്ട് ടു ഇംപ്ലിമെന്റ് ദ ട്രീറ്റീസ് കോർ ഒബ്ലിഗേഷൻസ്. തെറ്റാണ്, വേണ്ട. ദ ട്രീറ്റി ബിക്കംസ് പ്രൊവിഷണലി എൻഫോഴ്സിബിൾ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ബൈ സബ്സ്റ്റാൻറ്റീവ് ഒബ്ലിഗേഷൻ ബട്ട് റിഫ്രൈൻ from acts that would defeat the object and purpose of the treaty, and the treaty can be nullified by other signatories. അതിൽ സി ആണ് കറക്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും ലീഗലി ബൗണ്ട് അല്ല, സബ്സ്റ്റാൻറ്റീവ് ഒബ്ലിഗേഷൻ ലീഗലി ബൗണ്ട് അല്ല. എന്താണ്? ബട്ട് മസ്റ്റ് റിഫ്രൈൻ ഫ്രം ആക്ട്സ് ദാറ്റ് വുഡ് ഡിഫീറ്റ് ദി ഒബ്ജക്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് ദി ട്രീറ്റി. അത് വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം സൈനിങ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒബ്ലിഗേഷൻ അതല്ലെങ്കിൽ അതിൽ ഫുള്ള് ഇൻവോൾവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിൽ റാറ്റിഫിക്കേഷനും കൂടി വേണം. റാറ്റിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ്. ഓക്കെ, അതിവിടെ ഓക്കെ 18 of Vienna Convention of Law of Treaties. A state has signed a treaty without ratifying. Ratify ചെയ്തില്ല, സൈൻ ചെയ്ത് not yet bound to implement the treaty. Substantive obligations implement ചെയ്യാൻ പറ്റത്തില്ല. However, signature obliges state to refrain from acts which would defeat or undermine the treaty's object and purpose until it makes its intention clear not to become a party to the treaty. And you know, പറഞ്ഞ കാര്യം തന്നെ. Okay, how many judges compose International Court of Justice and what is their term length? എത്ര ജഡ്ജസ് ഉണ്ട് നാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? 15 ജഡ്ജസ് 9-year പീരീഡിലേക്കായിരിക്കും. ഓക്കെ, 15 ജഡ്ജസ് 9-year പീരീഡിലേക്കായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. 15 ജഡ്ജസും 9 years. And the International Court of Justice is composed of exactly 15 judges and they are elected to 9-year terms by United Nations General Assembly and the Security Council. ഇത് ഓർത്തിരിക്കുക, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും കൂടാണ് ഇവിടുത്തെ ജഡ്ജസിനെ ഇലക്ട് ചെയ്യുന്നത് 9 yearsലേക്ക്. ഇതിൽ കോറം ഓഫ് ജഡ്ജസ് 9 ജഡ്ജസ് ഉണ്ടറിയത് കോറമാണ്. കോറം 9 ജഡ്ജസ് ആണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് കോർപ്പറേഷൻ ഒന്നും എന്താണ് ഇവിടെ ലോക്കൽ സ്റ്റാൻഡ് മീൻസ് ആർക്കാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പറ്റത്തില്ല. ഓൺലി സ്റ്റേറ്റ്സ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. Which generation of rights are primarily protected under the International Covenant on Civil and Political Rights? ICCPR ഏത് റൈറ്റ്സ് ആണ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്? അത് ഓർത്തിരിക്കുക നിങ്ങൾ. ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് ആണ് ICCPR പ്രൊട്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ICACR ആണ്. അതായത് നമ്മുടെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. എഴുതിയിട്ടുണ്ട് ഞാൻ. അതായത് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് അതൊക്കെയാണ് എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ്സ്. ഇതൊക്കെ ICESCR ആണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫെയർ ട്രയൽ, ഇതെല്ലാം ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് ആണ്. അത് എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ICCPR ആണ്. സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ICESR ആണ്.
ICESCR. Okay. International Covenant on Economic, Social and Political Rights. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവർ ഇത് ഏത് രീതിയിൽ ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ. Which of the following conditions is not generally not considered as a valid ground for granting international asylum? International asylum കൊടുക്കുന്നതിലുള്ള വാലിഡ് ഗ്രൗണ്ട് അല്ലാത്തതിൽ ഏതാ നോക്കാം. ഫിയർ ഓഫ് പെർസിക്യൂഷൻ ഡ്യൂ ടു റേസ് ഓർ റിലീജിയൻ, അത് കൊടുക്കാം അല്ലേ, അസൈലം കൊടുക്കാം. പെർസിക്യൂഷൻ ബേസ്ഡ് ഓൺ ഹോൾഡിംഗ് സ്പെസിഫിക് പൊളിറ്റിക്കൽ വ്യൂസ് കൊടുക്കാം. പെർസിക്യൂഷൻ ആണ് അവിടെ. എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് ജനറൽ അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ അസൈലം കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് പറ്റത്തില്ല. മെമ്പർഷിപ്പ് ഇൻ എ പൊളിറ്റിക്കൽ പെർസിക്യൂട്ടഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതും ഇതിൽ പെർസിക്യൂഷനിൽ വരുന്നുണ്ട്. സോ എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് ജനറൽ അൺഎംപ്ലോയ്മെന്റ് ആണ് കറക്റ്റ് ഉള്ള ആൻസർ. അതൊരു വാലിഡ് ഗ്രൗണ്ട് അല്ല അസൈലത്തിന്റെ. ഓക്കെ, എന്താണ് സിവിയർ പെർസിക്യൂഷൻ, ത്രെറ്റ് ടു ലൈഫ്, ഗ്രോസ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, ഇവർക്കാണ് നമ്മൾ അസൈലം കൊടുക്കുന്നത്, നാഷണൽ അസൈലം. ജനറൽ എക്കണോമിക് ഇഷ്യൂസ് ഓർ ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതൊരിക്കലും റെഫ്യൂജി സ്റ്റാറ്റസിന് റിക്വയർമെന്റ്സ് അല്ല. ഓക്കെ ഓക്കെ ഇൻ ദ ലാൻഡ്മാർക്ക് case Colombia versus Peru case, which was a primary ruling of the International Court of Justice regarding asylum. Okay, important ആണത്. കൊളംബിയ വേഴ്സസ് പെറു എന്ന കേസിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അസൈലത്തിന്റെ ഭാഗമായിട്ട് എന്താണ് പ്രൈമറി റൂളിംഗ് എന്താ നോക്കാം. സ്റ്റേറ്റ്സ് ക്യാൻ ഗ്രാന്റ് ഡിപ്ലോമാറ്റിക് അസൈലം ഫോർ കോമൺ ക്രൈംസ്. ഓൾറെഡി ഡിപ്ലോമാറ്റിക് അസൈലം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഡിപ്ലോമാറ്റിക് അസൈലം വയലേറ്റ്സ് ടെറിട്ടോറിയൽ സോവറിനിറ്റി ആൻഡ് cannot be recognized unless a regional or specific treaty dictates. Okay, territorial asylum is illegal under the United Nations Charter. So consular premises provide an automatic right to asylum. ഇവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് എന്താണ് ഇൻ ദ അസൈലം കേസ്, അതാണ് കൊളംബിയ വേഴ്സസ് പെറു അസൈലം കേസ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഗ്രാന്റിംഗ് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ എക്സ്ട്രാ ടെറിട്ടോറിയൽ അസൈലം കൊടുക്കുക എന്നല്ല, പൊളിറ്റിക്കൽ ഒഫൻഡേഴ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ സോവറിനിറ്റിയുടെ ഹോസ്റ്റ് കൺട്രിയുടെ, അതായത് അതാണ് കൊടുക്കുന്നത് അവരുടെ ടെറിട്ടോറിയൽ സോവറിനിറ്റിയുടെ വയലേഷൻ ആണ്. എക്സെപ്റ്റ് ഇൻ കേസസ് സ്പെസിഫിക് റീജിയണൽ ട്രീറ്റി എക്സിസ്റ്റ്, അതിനെ സംബന്ധിച്ച് സ്പെസിഫിക് ട്രീറ്റി ഇല്ലാത്തടത്തോളം, അങ്ങനെ പൊളിറ്റിക്കൽ ഒഫൻഡേഴ്സിനെ കൈമാറുന്ന സ്പെസിഫിക് ട്രീറ്റി ഇല്ലാത്തടത്തോളം കാലം എന്താണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒഫൻഡേഴ്സിനെ കൈമാറുക എന്നുള്ളത് ടെറിട്ടോറിയൽ എക്സ്ട്രാ ടെറിട്ടോറിയൽ ആണ്. അത് ഡിപ്ലോമാറ്റിക്, അതെന്താ ഇതിന്റെ വയലേഷൻ ആണ്, ടെറിട്ടോറിയൽ സോവറിനിറ്റിയുടെ വയലേഷൻ ആണ്. അത് ഓർത്തിരിക്കുക. അത് കൊളംബിയ വേഴ്സസ് പെറു അല്ലെങ്കിൽ അസൈലം കേസ് ഓർത്തിരിക്കുക. ഓക്കെ, വാട്ട് ഇസ് എ ലീഗൽ മാക്സിം ദാറ്റ് ഫോംസ് the foundation of modern extradition? Legal maxim, extradition ഭാഗത്തുനിന്ന് ലീഗൽ മാക്സിം ഏതാ നോക്കാം. പക്ടാ സുന്റ് സെർവൻഡേ ആണോ, അല്ല നമ്മൾ ട്രീറ്റിയിലാണ് പഠിക്കുന്നത്. ഓട്ട് ഡെക്ടറേറ്റ് ഓട്ട് ജുഡിക്കേർ, ഇതാണ് കറക്റ്റ്. നോൺ റിഫോൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പ്രോസിക്യൂഷൻ വന്നിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അവരെ തിരിച്ച് ആ പ്രോസിക്യൂഷൻ ആ നാട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു മേടിക്കാൻ പറ്റത്തില്ല. അതാണ് നോൺ റിഫോൾമെന്റിൽ പറയുന്നത്. അതായത് ഏത് രീതിയിലുള്ള പ്രോസിക്യൂഷൻ നേരിടുന്നവരാണെങ്കിൽ നമ്മൾ റെഫ്യൂജി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ കൺട്രിയിലേക്ക് തന്നെ, ആ പ്രോസിക്യൂഷൻ നേരിടുന്ന ആ കൺട്രിയിലേക്ക് തന്നെ എന്താണ് നമുക്ക് അവരെ തിരിച്ച് പറഞ്ഞയക്കരുതെന്ന് പറയുന്നതാണ് നോൺ റിഫോൾമെന്റ് എന്ന് പറയുന്നത്. സോ ഓട്ട് ഡെഡറെ, ഇതെങ്ങനെ വായിക്കുക, ഓട്ട് ഡെഡറെ ഔട്ട് ജുഡിക്കേർ എയ്തർ എക്സ്ട്രഡിറ്റ് ഓർ പ്രോസിക്യൂട്ട്, അതാണ് എക്സ്ട്രഡിഷന്റെ ഒന്നേ എക്സ്ട്രഡിറ്റ് അല്ലെ പ്രോസിക്യൂട്ട്, അതാണ് എക്സ്ട്രഡിഷന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, വാട്ട് ഡസ് ദ ഡോക്ട്രിൻ ഓഫ് ഡബിൾ ക്രിമിനാലിറ്റി? എക്സ്ട്രഡിഷൻ്റെ നമ്മുടെ ലീഗൽ അസിസ്റ്റന്റ് 2-3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എടുത്ത് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, ഡബിൾ ക്രിമിനാലിറ്റി എക്സ്ട്രഡിഷനിൽ എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. ദ ക്രൈം മസ്റ്റ് ബി കൺസിഡർ ആസ് ആൻ ഒഫൻസ് ഇൻ ദ ബോത്ത് റിക്വസ്റ്റിംഗ് ആൻഡ് റിക്വസ്റ്റഡ് സ്റ്റേറ്റ്സ്. അതല്ലേ, രണ്ട് കൺട്രിയിലും എന്തായിരിക്കണം ആ ക്രൈം, ഇവിടെയും റിക്വസ്റ്റ് ചെയ്ത കൺട്രിയിലും റിക്വസ്റ്റഡ് കൺട്രിയിലും എന്താണത് ക്രൈം ആയിരിക്കണം. എ ക്രിമിനൽ മസ്റ്റ് ഹാവ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, അതല്ല. ദ ഒഫൻഡർ മസ്റ്റ് ഹാവ് കമ്മിറ്റഡ് ദ സെയിം ക്രൈം ട്വൈസ്, നോ. The suspected can be tried for 2 distinct offenses upon one. So ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എന്താണ് crime must be considered as an offense in both requesting and requested countries. Okay, what is the rule of speciality in extradition? Okay, rule of speciality ഇതെല്ലാം ഇതാണ് ചോദിച്ചു തോന്നുന്നു. Okay, the requested state can only deny extradition for specialized crimes. No, extradited person must be tried only for the specific offense for which extradition was granted. ഇതല്ലേ കറക്റ്റ്. ഏത് ഒഫൻസിന് വേണ്ടിയിട്ടാണോ എക്സ്ട്രഡിഷൻ ചോദിച്ചത് ആ സ്പെസിഫിക് ഒഫൻസ്, അതായത് ദ എക്സ്ട്രഡിറ്റഡ് പേഴ്സൺ മസ്റ്റ് ബി ട്രൈഡ്, അവിടെ ചെന്നിട്ട് എന്താണ് ഏത് ഒഫൻസിനാണോ നമ്മൾ എക്സ്ട്രഡിഷൻ ചോദിച്ചാൽ ആ ഒഫൻസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ഫോർ ദ സ്പെസിഫിക് ഒഫൻസ് ഫോർ വിച്ച് എക്സ്ട്രഡിഷൻ വാസ് ഗ്രാന്റഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാൻ. റൂൾ ഓഫ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രിമിനാലിറ്റി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു.
which landmark case established the extradition must be based on treaty obligation and individuals cannot be tried for crimes other than those for which they were extradited. ഈ കേസ് നിങ്ങൾ ഓർത്ത് യുണൈറ്റഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് റോസ്ചർ എന്ന് പറഞ്ഞ കേസിലാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഏതിന് വേണ്ടിയിട്ടാണോ ഏത് ക്രൈമിന് വേണ്ടിയിട്ടാണോ എക്സ്ട്രാഡിറ്റ് ചെയ്ത് ആ ക്രൈമിന് മാത്രമേ അവിടെ പോയി ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞ കേസാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് റോസ്ചർ. ഞാനൊക്കെ വായിക്കാം. ഓക്കെ, then which of the following best describes the right of innocent passage of the in the territorial sea? See, territorial, continental shelf, economic zone. ഇതൊക്കെ നിങ്ങൾ ആ നോട്ടിക്കൽ മൈൽസ് വെച്ചിട്ടാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫ്രം ദ ബേസ് ലൈൻ അങ്ങനെ ഒരു നോട്ടിക്കൽ മൈൽസ് ഉണ്ട്. സോ ഞാൻ അത് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ഇടാം. നിങ്ങളത് വിചാരിക്കുക സിമ്പിൾ ആണല്ലോ, ജസ്റ്റ് നോട്ടിക്കൽ മൈൽസ് ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ഞാൻ ഇതിനകത്ത് അത് ഇട്ടിട്ടില്ല. എനിക്ക് ആ നോട്ടിക്കൽ മൈൽസിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. 14, 24, 200 അങ്ങനെ എന്തോ അങ്ങനെയാണ് പോകുന്നത്. എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാനത് ക്ലാരിഫൈ ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഇടത്തുള്ളൂ. ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ഓക്കെ, which of the following best describe the right of innocent passage in the territorial sea? It only applies to merchant ship of coastal states. It allows warship to conduct military exercise in foreign territorial waters without permission. It allows ship of all states, whether coastal or landlocked, to pass through the territorial sea as long as it is not prejudice to the peace, good order, security of the coastal state. It only applies in contingent zone. അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ഇതിൽ നമ്മുടെ അതോറിറ്റി, നമുക്ക് ഫുൾ അതോറിറ്റി ഉള്ള ഇതാണല്ലോ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്ത് ഇന്നസെന്റ് പാസേജ് നമുക്ക് അലോ ചെയ്യാം ഷിപ്പുകൾക്ക്. പക്ഷേ ആ ഇതിൽ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റിന്റെ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, വയലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ഫുൾ അതോറിറ്റി എന്താണ്, ഈ പറയുന്ന കോസ്റ്റൽ സ്റ്റേറ്റിനുണ്ട്. ഫുൾ അതോറിറ്റി ടെറിട്ടോറിയൽ വാട്ടേഴ്സിലുണ്ട്. ഹൈ അതോറിറ്റിയാണ്, അവർക്കാണ് അതിൽ അതോറിറ്റി ഉള്ളത്. സോ ഇന്നസെന്റ് പാസേജ് എന്ത് ചെയ്യാം, അവർക്ക് അലോ ചെയ്യാം. പക്ഷേ കോസ്റ്റൽ സ്റ്റേറ്റിനെ എന്ത് ചെയ്യാൻ, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഫ്ലാഗ് ഉണ്ടാവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏത് കൺട്രിയുടെ ഷിപ്പാണ് അവരുടെ കൺട്രിയുടെ ഫ്ലാഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ നിങ്ങൾ ഇത് ഇങ്ങനത്തെ ഒരു 2-3 ഡോക്ട്രിൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഡോക്ട്രിൻ ഓഫ് ഹോട്ട് പെർസ്യൂട്ട്. എന്ത് ചെയ്യാം, നമ്മുടെ വയലേഷനിൽ ഈ പറയുന്ന വയലേഷനിലായിട്ട്, അതായത് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ വയലേഷനൊക്കെ ചെയ്ത് അവർ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഹൈസീസിലേക്ക് നമ്മൾ രക്ഷപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അവരെ പിടിച്ച് അറസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അത് ഹോട്ട് പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വയലേഷൻ ആണെങ്കിൽ മാത്രം, ഈവൻ ഒരു ഫ്ലാഗോ എന്തുവാണെങ്കിൽ കൂടി നമ്മുടെ ജൂറിസ്ഡിക്ഷൻ റൂൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് വന്നെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാം. അതാണ് ഹോട്ട് പെർസ്യൂട്ടിൽ പറയുന്നത്. റൈറ്റ് ഓഫ് വിസിറ്റിൽ എന്ത് ചെയ്യാം, വാർഷിപ്പിന് എന്ത് ചെയ്യാം, ഫോറിൻ വെസൽസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവിടെ നിർത്തിച്ചിട്ട് പൈറസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിയോ അങ്ങനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട്, അവരുടെ ഇത് തടയാൻ വേണ്ടി എന്ത് ചെയ്യാം, വാർഷിപ്പുകൾക്ക് ഫോറിൻ വെസൽസിനെ റൈറ്റ് ഓഫ് വിസിറ്റ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അതാണ് റൈറ്റ് ഓഫ് വിസിറ്റ്. ഹോട്ട് പെർസ്യൂട്ടും റൈറ്റ് ഓഫ് വിസിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഡോക്ട്രിൻസ് ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് ഹോട്ട് പെർസ്യൂട്ടും റൈറ്റ് ഓഫ് വിസിറ്റ് ഓർത്തിരിക്കുക. Which international instrument is widely considered the National Bill of Rights for Women? വിമന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ഏറ്റവും എന്താണ് വൈഡ്ലി കൺസിഡേർഡ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് ഫോർ വിമൻ. ആക്ച്വലി ഇത് എലിമിനേഷൻ ഓഫ് ഓൾ ഡിസ്ക്രിമിനേഷൻ, ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൻ. ഇത് ഓർത്തിരിക്കുക, കൺവെൻഷൻസിൽ അതൊക്കെ ഓർത്തിരിക്കുക, ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സിലബസിൽ. Adopted in 1979, United Nations General Assembly is widely regarded as the International Bill of Rights for Women. ഇതിനെ International Bill of Rights for Women എന്നാണ് പറയുന്നത്. Convention on the Elimination of All Forms of Discrimination Against Women. It provides a comprehensive legal framework to end sex-based discrimination and promote equal rights for women globally. അതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. Which legally binding treaty specifically targets the right of indigenous and tribal peoples, focusing on land rights and self-determination. ഏത് ട്രീറ്റാണ് ഇൻഡിജിനസ് പീപ്പിൾസിനെ? ഇൻഡിജിനസ് പീപ്പിൾസ് എന്ന് പറയുന്നത് ട്രൈബലി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ, ഇൻഡിജിനസ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ട്രൈബൽ പീപ്പിൾസ്. അവരുടെ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്കൊരു നമ്മുടെ ILO കൺവെൻഷൻ നമ്പർ 169 ആണ് കൊടുത്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ ആൻസർ ഇതാണ്, ILO കൺവെൻഷൻ നമ്പർ 169. ഓക്കെ,
സെൽഫ് ഡിറ്റർമിനേഷൻ, ILO കൺവെൻഷൻ, ഈ തമ്മിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. റൈറ്റ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ, നോ ആക്ച്വലി ഇതാണ് ILO കൺവെൻഷൻ നമ്പർ 169 ആണ്. ഞാനത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടാണ്, ഞാനത് വെരിഫൈ ചെയ്തോടെ പറയാം. Okay, when there is no single dedicated global treaty for LGBTQ plus or third gender individuals, which treaties non-discrimination clause article 2 and 26 are most frequently used by United Nations bodies to protect these. Okay, അതായത് കൃത്യമായ ഒരു ട്രീറ്റി LGBTQ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഒരു തേർഡ് ജെൻഡറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ഡെഡിക്കേറ്റഡ് ഗ്ലോബൽ ട്രീറ്റി നമുക്കില്ല. സോ അത് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ICCPR വഴിയാണ്. അതിൻ്റെ ആർട്ടിക്കിൾ 26 അല്ലെങ്കിൽ 2 ഉം 26 പ്രകാരമാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ICCPR. ദാറ്റ് ഈസ്, ദർ ഇസ് നോ സിംഗിൾ ഡെഡിക്കേറ്റഡ് ഗ്ലോബൽ ട്രീറ്റി ഈ പറഞ്ഞ LGBTQ-ന് അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ഇൻഡിവിജ്വൽസിനില്ല. സോ യുണൈറ്റഡ് നേഷൻസ് റിലൈസ് ഹെവിലി ഓൺ ദി ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു പ്രൊട്ടക്ട് ദീസ് റൈറ്റ്സ്. അതിൻ്റെ ആർട്ടിക്കിൾ 2 ഉം 26 ആണ് ഇമ്പോർട്ടൻറ്റ് ICCPR. ഓക്കെ, under Section 36 of the Protection of Human Rights Act 1993, the Commission shall not incur into any matter after the expiry of how long from the date on which that constituting violation of human rights is alleged to have been committed. Expiry of how long the date on which at constituting. അപ്പോൾ ഏത് നമ്മൾ കൊടുക്കേണ്ട ഡേറ്റ് ആണ് എക്സ്പയറി? 1 year ആണ്. ഓക്കെ, 1 yearനുള്ളിൽ എന്തിരിക്കണം? The Commission shall not incur into any matter after the expiry of how long from the date on which act constituting the violation of human right violation ആണ്. 1 yearനുള്ളിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കംപ്ലൈൻറ്റ് എടുക്കണം, അല്ലാതെ ഒന്നും എന്ത് ചെയ്യില്ല, കമ്മീഷൻ ഇൻക്വയറി ചെയ്യത്തില്ല. 1 year ആണ്, വിത്തിൻ 1 year ആണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, according to Section 21 of the Act, which of the following is true regarding the establishment of a State Human Rights Commission? ഇതിൽ ഏതാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്? തെറ്റായിട്ടുള്ള ആൻസർ എന്ന് നോക്കാം. സോറി, ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, true. Okay, every state government is legally mandated by the central government to establish an state human rights commission in 1 year. അങ്ങനെ ഒരു 1 year പരിപാടി ഒന്നും എങ്ങും പറയുന്നില്ല, തെറ്റാണ്. A state government may constitute a state human rights commission, making its establishment discretionary rather than strictly mandatory under the text. ഇത് കറക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാൻഡേറ്ററി എന്ന് എങ്ങും പറയുന്നില്ല, മേ ആണ് പറയുന്നത്. മേ കോൺസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ചില സ്റ്റേറ്റുകൾക്ക് ഇപ്പോഴും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇല്ല, ബാക്കിയുള്ള സ്റ്റേറ്റുകൾ അത് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ക്യാൻ ഓൺലി ബി എസ്റ്റാബ്ലിഷ്ഡ് സുപ്രീം കോടതി ഇഷ്യൂ സ്പെസിഫിക് ഡയറക്റ്റീവ്. അങ്ങനെ ഡയറക്റ്റീവ് ഇഷ്യൂ എന്നാരും എങ്ങും പറയുന്നില്ല. ദെൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ക്യാൻ ഇൻക്വയർ ഇൻടു എനി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഈവൻ ദോ ദോസ് ഫോൾ ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. പറ്റുമോ? ഇല്ല, എൻക്രോച്ച്മെന്റ് ആണ്, അതൊന്നും പറ്റത്തില്ല. അപ്പൊ എന്താണ് ഇവിടെ കറക്റ്റുള്ള ആൻസർ? സ്റ്റേറ്റ് ഗവൺമെന്റ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. എല്ലാ സ്റ്റേറ്റ്സിലും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒന്നുമില്ല ഇപ്പോഴും. ഓക്കെ, തീർന്നു. അപ്പം നമ്മൾ ഇന്റർനാഷണൽ ലോയുടെ MCQ ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ്, ഞാൻ എക്സാംസിന് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തത്, അതായത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ഞാൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. കുറച്ച് എളുപ്പമാണ്. ഇനി എളുപ്പമല്ലാതെ നമുക്ക് എക്സാമിനിടാം. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. കാരണം ഇന്റർനാഷണൽ ലെവലൊക്കെ എവിടുന്ന് ക്വസ്റ്റ്യൻ, ഇപ്പോൾ കുറേ കൺവെൻഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് ക്വസ്റ്റ്യൻ വരുമോ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൺവെൻഷൻസിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് കൂടുതൽ MCQs ചെയ്യാം. സോ ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കേണ്ട. സമയം ഉണ്ടെന്ന് ഞാൻ പറയില്ല, സമയമില്ല. ബട്ട് എങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാനും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനും നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.